നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖേന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അറുതി വരുത്താനാകുമെന്ന പ്രതീക്ഷയിൽ ഈജിപ്തിലെ കെയ്റോയിൽ ആരംഭിച്ച സമാധാന ചർച്ച രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന പദ്ധതി ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനാണ് മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ശ്രമം. പദ്ധതി ഇസ്രായേൽ നേരത്തെ അംഗീകരിച്ചിരുന്നു. സെപ്റ്റംബർ 29 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ട്രംപ് 20 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം, ഗാസയിൽ ഹമാസ് അധികാരം ഒഴിയുകയും ആയുധം ഉപേക്ഷിക്കുകയും വേണം, പകരം തടവിലുള്ള പാലസ്തീനികളെ ഇസ്രായേൽ വിട്ടയക്കുമെന്നിവയായിരുന്നു പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ. അന്തിമ കരാറിലെത്താനുള്ള സാധ്യത വളരെ മികച്ചതാണെന്നും അതൊരു സുസ്ഥിര കരാറായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ബന്ദികളുടെയും പാലസ്തീൻ തടവുകാരുടെ കൈമാറ്റത്തിനു വേണ്ട നിലമൊരുക്കുന്നതിനാണ് ആദ്യഘട്ട ചർച്ചയിൽ ശ്രദ്ധ ചെലുത്തുന്നതെന്ന്, ചർച്ച നല്ല അന്തരീക്ഷത്തിലാണ് നടക്കുന്നതെന്നും ഈജിപ്ത് പറഞ്ഞു. ആദ്യഘട്ട ചർച്ച 4 മണിക്കൂർ നീണ്ടു. അതേസമയം സമാധാന ചർച്ചയിൽ ഉപാധികൾ വെച്ച് ഹമാസ് രംഗത്തെത്തി. 6 ഉപാധികളാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും യുദ്ധത്തിൽ നിന്നും പിന്മാറണമെന്നതാണ് പ്രധാന ഉപാധി. ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ വേണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട്. നിയന്ത്രണങ്ങളില്ലാതെ സഹായം അനുവദിക്കണമെന്നും ജനങ്ങളെ ഗാസയിലേക്ക് തിരിച്ചെത്താൻ അനുവദിക്കണമെന്നും ഗാസയെ പുനർനിർമ്മിക്കണം, തടവുകാരുടെ കൈമാറ്റത്തിന് കൃത്യമായ കരാർ വേണം തുടങ്ങിയവയാണ് ഹമാസ് ഭീകരർ മുന്നോട്ട് വെച്ച മറ്റുപാധികൾ. ഹമാസ് വക്താവ് ഫൗസി ബർഹുമാണ് 6 ഉപാധികൾ മുന്നോട്ട് വെച്ചത്. ഈ ഇരുണ്ട അധ്യായം അടച്ച് പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനവും സുരക്ഷയും കൊണ്ടുവരാനുള്ള സുവർണാവസരമാണ് ട്രംപിന്റെ പദ്ധതിയെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലെത്തി. മുംബൈയിലെ ഛത്രപതി ശിവാജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും സംസ്ഥാന ഗവർണറും ചേർന്ന് സ്വീകരിച്ചു. നാളെ കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വ്യവസായ പ്രമുഖരും വൈസ് ചാൻസലറും അടക്കം 100-ലേറെ പേർ അടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രിക്കൊപ്പം മുംബൈയിലെത്തിയത്. നാളെ രാജ്ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിലും കെയർ സ്റ്റാർമർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളാണ് 2 ദിവസം സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം. ഭീകര സംഘടനകളായ ലഷ്കർ-ഇ തൊയ്ബയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറസാൻ പ്രൊവിൻസും കൈകോർക്കുന്നതായി റിപ്പോർട്ട്. 2 ഭീകര സംഘടനകളുടെയും സംഗമത്തിന് പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ആണ് വഴിയൊരുക്കിയതെന്ന വെളിപ്പെടുത്തലും പുറത്തുവന്നു. ലഷ്കർ-ഇ തൊയ്ബ കമാൻഡറായ റാണ മുഹമ്മദ് അഷ്ഫാഖിന് ISKP ബലൂചിസ്ഥാൻ കോർഡിനേറ്റർ മിർ ഷഫീബ് മെങ്കൽ ഒരു തോക്ക് സമ്മാനിക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. റാണ മുഹമ്മദിനാണ് ലഷ്കർ-ഇ ശൃംഖല വികസിപ്പിക്കുന്നതിനും പുതിയ മർക്കസുകൾ സ്ഥാപിക്കുന്നതിനും വിവിധ വിഭാഗങ്ങളിലുള്ള മറ്റ് ഭീകര സംഘടനകളുമായി ഏകോപിപ്പിക്കുന്നതിനും ചുമതല. മുൻ ബലൂചിസ്ഥാൻ കാവൽ മുഖ്യമന്ത്രി നാസിർ മെങ്കലിന്റെ മകനായ മിർ ഷഫീഖ് മെങ്കൽ ബലൂച്ച് പോരാളികളെ അടിച്ചമർത്തുന്നതിനായി പാകിസ്ഥാന്റെ ISIയുടെ നിർദ്ദേശപ്രകാരം 2010 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. 2018 ISIയുടെ നേരിട്ടുള്ള സാമ്പത്തിക സഹായത്തോടുകൂടി ബലൂചിസ്ഥാനിലെ മസ്തൂഖ്, ഗുസ്താർ ജില്ലകളിൽ ISKP തങ്ങളുടെ ആദ്യത്തെ 2 പ്രധാന ക്യാമ്പുകൾ സ്ഥാപിക്കുന്നത്. പാകിസ്ഥാനിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവുമായി മെങ്കലിനുള്ള അടുപ്പവും പരസ്യമാണ്. 2023 പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ട്രംപിനെ പരിവർത്തനാത്മക പ്രസിഡന്റ് എന്നാണ് മാർക്ക് കാർണി വിശേഷിപ്പിച്ചത്. ഇന്ത്യ പാക് രാജ്യങ്ങൾക്കിടയിൽ സമാധാനം കൊണ്ടുവന്നത് ട്രംപാണെന്നും കാർണി പറഞ്ഞു. വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് കാർണിയുടെ പരാമർശം. അമേരിക്ക, മെക്സിക്കോ, കാനഡ കരാർ അവലോകനം ചെയ്യുന്നതിന്റെ മുന്നോടിയായാണ് കാർണിയുടെ US സന്ദർശനം. മാർച്ചിൽ അധികാരം ഏറ്റെടുത്തതിനു ശേഷമുള്ള കാർണിയുടെ 2ാമത്തെ വൈറ്റ് ഹൌസ് സന്ദർശനമാണിത്. ഇന്ത്യ പാക് രാജ്യങ്ങൾക്കിടയിൽ സമാധാനം കൊണ്ടുവന്നത് ട്രംപാണെന്നും വിവിധ മേഖലകളിൽ ഇടപെടുന്ന ട്രംപ് പരിവർത്തനാത്മക പ്രസിഡന്റ് ആണെന്നും മാർക്ക് കാർണി പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കിയത് താനാണെന്ന് നിരന്തരം ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യ ഇത് തള്ളിയിരുന്നു. ഇതിനിടയിലാണ് ട്രംപിന് പ്രശംസയുമായി കനേഡിയൻ പ്രധാനമന്ത്രി രംഗത്തെത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ മുഖേന പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയുണ്ടായ സംഘർഷം താൻ ഇടപെട്ട് നിർത്തലാക്കിയെന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചത്.
ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നൊബാവയ്ക്ക് നേരെ വധശ്രമം. ഡീസൽ സബ്സിഡി അവസാനിപ്പിച്ച നൊബാവയുടെ നടപടിക്കെതിരെ നടന്ന പ്രതിഷേധത്തിനിടെയായിരുന്നു വധശ്രമം. നൊബാവയുടെ കാർ വളഞ്ഞ ശേഷം പ്രതിഷേധക്കാർ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രസിഡന്റിന്റെ വാഹനത്തിൽ വെടിയുണ്ടകൾ പതിച്ചതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയതായി പരിസ്ഥിതി ഊർജ്ജ മന്ത്രി ഇനസ് മർസാനോ പറഞ്ഞു. നൊബാവയ്ക്കെതിരായ വധശ്രമത്തിന്റെ റിപ്പോർട്ട് ഔദ്യോഗികമായി സമർപ്പിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ജർമ്മനിയിലെ ഹെർഡേക്കയിൽ മേയറെ കുത്തിപ്പരിക്കേൽപ്പിച്ച് അക്രമികൾ. 57-കാരിയായ ഐറിസ് സ്റ്റാൽസറാണ് സ്വന്തം വസതിക്ക് മുൻപിൽ അക്രമത്തിനിരയായത്. തെരുവിൽ നടക്കുമ്പോൾ പെട്ടെന്നൊരു സംഘം യുവാക്കൾ ഇവർക്കരികിലെത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ആക്രമണം നടന്നത്. കുത്തേറ്റതിനു ശേഷം സ്റ്റാൽസർ വലിഞ്ഞിഴഞ്ഞ് വസതിയിൽ അഭയം തേടുകയായിരുന്നു. സ്റ്റാൽസറിന് കഴുത്തിലും വയറ്റിലും ഗുരുതരമായി കുത്തേറ്റിട്ടുണ്ടെന്നാണ് അധികൃതർ പറഞ്ഞത്. അക്രമികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ടെന്നും നിലവിൽ ആരുടെയും പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നും പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പശ്ചിമാഫ്രിക്കൻ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾക്ക് മറുപടിയായി നൈജീരിയ പ്രത്യേകമായ ആശങ്കാജനകമായ രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോട് റിപ്പബ്ലിക്കൻ അനുഭാവിയും വെസ്റ്റ് വെർജീനിയയിൽ നിന്നുമുള്ള പ്രതിനിധിയുമായ റൈലി മൂർ ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് സെക്രട്ടറിക്കുള്ള തന്റെ കത്തിൽ നൈജീരിയയിലെ ക്രിസ്ത്യൻ വിരുദ്ധ അക്രമത്തിന്റെ വ്യവസ്ഥാപിത സ്വഭാവം മൂർ എടുത്തു കാണിച്ചു. ഇതൊരു മനുഷ്യാവകാശ പ്രതിസന്ധിയായും മതസ്വാതന്ത്ര്യത്തോടുള്ള US വിദേശ നയ പ്രതിബദ്ധതയുടെ ഒരു പരീക്ഷണമായും ചിത്രീകരിച്ചു. ആഷ് ബുധനാഴ്ച ഒരു ഇസ്ലാമിക ഭീകരൻ കൊലപ്പെടുത്തിയ കത്തോലിക്ക പുരോഹിതനായ ഫാദർ മാത്യുയുടെ കൊലപാതകവും അദ്ദേഹം പരാമർശിച്ചു. ഈ സംഭവം രാജ്യത്ത് ക്രിസ്ത്യാനികൾ നേരിടുന്ന അപകടങ്ങളുടെ പ്രതീകമാണ് എന്ന് വിശേഷിപ്പിച്ചു. നുണക്കഥകൾ യാഥാർത്ഥ്യത്തെ നിസാരവൽക്കരിക്കുന്നുവെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. നിഷ്കളങ്കരായ ജനതയ്ക്ക് മേൽ ഹമാസ് നടത്തിയ ആക്രമണം തികച്ചും മനുഷ്യത്വരഹിതവും നീതീകരിക്കാനാകാത്തതുമാണെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് വത്തിക്കാൻ ഉടൻ ആവശ്യപ്പെട്ടിരുന്നതായും യുദ്ധബാധിതരായ കുടുംബങ്ങളോടുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ അടുപ്പം പ്രകടിപ്പിച്ചിരുന്നുവെന്നുമുള്ള വിവരങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തി. വത്തിക്കാനിൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് കർദിനാൾ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും അടുത്ത അനുയായിയുമായ സെർജിയോ ഗോറിനെ അമേരിക്കയുടെ ഇന്ത്യയിലെ അംബാസഡറാക്കാനുള്ള തീരുമാനത്തിന് സെനറ്റിന്റെ അംഗീകാരം. അംബാസഡർ നാമനിർദ്ദേശത്തിന് US സെനറ്റിന്റെ പിന്തുണ തേടിയപ്പോൾ 51 സെനറ്റർമാരും സെർജിയോ ഗോറിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. 47 പേർ എതിർത്ത് വോട്ട് ചെയ്തു. ട്രംപിന്റെ അധിക തീരുവയുടെ പേരിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നതിനിടയിലാണ് 38-കാരനായ സെർജിയോ ഗോർ പ്രസിഡന്റിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ പുതിയ ദൗത്യവുമായി ഇന്ത്യയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവള വിഷയത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ഇന്ത്യ. ബഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണം തിരികെ വേണമെന്ന ആവശ്യവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മോസ്കോയിൽ നടന്ന 7ാമത് മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ യോഗത്തിൽ അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ചൈന, ഇറാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം വിഷയത്തിലുള്ള എതിർപ്പ് ഇന്ത്യ പ്രകടിപ്പിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം അംഗീകരിക്കാനാകില്ല എന്ന യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ നിലപാട് കൈക്കൊണ്ടു. അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ഇറാൻ, കസാക്കിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രത്യേക പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രാദേശിക സമാധാനത്തെയും സ്ഥിരതയും ബാധിക്കുമെന്നതിനാൽ അഫ്ഗാനിസ്ഥാനിലെയും സമീപ രാജ്യങ്ങളിലെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങളെ അംഗീകരിക്കാനാകില്ല എന്ന് യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. വെൽ ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.